കബോ വെർഡയുടെ പടയോട്ടം അവസാനിപ്പിച്ച് അർജന്റീന എന്നൊക്കെ പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ്. കാരണം നമ്മൾ മത്സരം കണ്ടതാണ്. അർജന്റീനയ്ക്ക് ഇതുവരെ ഒരു സ്ട്രോങ് ഓപ്പോണന്റിനെ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ഒപ്പോണന്റ് തന്നെ ആയിരുന്നു കബോ വെർഡെ. കാരണം നമ്മൾ കണ്ടതാണ് സ്പെയിനുമായിട്ടും ഉറുഗ്വായിട്ടും ഒക്കെ അവർ നടത്തിയ പോരാട്ടം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏറെക്കുറെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിലാണ് ഇന്ന് അർജന്റീനയുമായിട്ട് കബോ വെർഡെ നടത്തിയ പ്രകടനം എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീന എങ്ങനെയോ ജയിച്ച് കയറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കബോ വെർഡെ പോലെ ഒരു ടീം, അർജന്റീന വേൾഡ് ചാമ്പ്യൻസ് ആണ്, ലോകത്തിലെ നമ്പർ 1 ടീമാണ്, ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ടീമാണ്, ലോകത്തിലെ 1ാം നമ്പർ കളിക്കാരനുള്ള ടീമാണ്. സോ അപ്പൊ അവര് ഇങ്ങനെയല്ല ശരിക്കും കളിച്ച് കയറി വരേണ്ടത് എന്നുള്ളത് ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കബോ വെർഡെ നമുക്കറിയാം നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിലും ഒരു നോക്കൌട്ട് സ്റ്റേജോ അല്ലെങ്കിൽ വേൾഡ് കപ്പോ ഒന്നും കളിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ടീമാണ്. അപ്പൊ അവരോട് ഇങ്ങനെ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ മുമ്പോട്ടുള്ള അർജന്റീനയുടെ പോക്കിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ എന്നാലും പിന്നെ എന്റെ ചില ഫ്രണ്ട്സ് രാവിലെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കബോ വെർഡെ നമുക്കറിയില്ലല്ലോ അവരുടെ ടാക്ടിക്സ് എന്താ, അവരുടെ കോച്ച് എന്താ ചിന്തിക്കുന്നത്, നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു ടീമാണ്. സോ അവരോട് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവരുടെ 3 മത്സരങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സ്പെയിനുമായിട്ടും ഉറുഗ്വായായിട്ടും അതേപോലെ സൗദി അറേബ്യയുമായിട്ടുള്ള കബോ വെർഡെയുടെ മത്സരം നമ്മൾ കണ്ടതല്ലേ. സോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇത്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജന്റീന ആദ്യം തന്നെ സ്കോർ ചെയ്യും, ആദ്യം തന്നെ ലീഡ് എടുക്കും. സോ അത് ഒരു 29ാമത്തെ മിനിറ്റിൽ സംഭവിച്ചിരുന്നു, ലയണൽ മെസ്സി വഴി ലീഡ് എടുത്തിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഒരു ബാലൻസ് ആയിട്ട് പിന്നീടൊന്നും അങ്ങോട്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ്. വേണ്ട രീതിക്ക് ഞാനൊരു 3-0 കളി ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം സ്കലോണി എന്ന് പറയുന്ന മാനേജറിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസം വേറൊരു രീതിയിലാണ്, വേറൊരു തലത്തിലാണ്. ഞാൻ ആളെയൊക്കെ ഒരു കളിയുടെ ഗതി അനുസരിച്ച് ടാറ്റിക്സ് മാറ്റുകയും അല്ലെങ്കിൽ ടീമിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മാനേജറായിട്ടാണ് സ്കലോണിയെ കാണുന്നത്. പക്ഷെ സ്കലോണിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. എനിക്ക് കളി കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ കബോ വെർഡെ ശരിക്കും പറഞ്ഞാൽ കബോ വെർഡെ തോൽപ്പിച്ചത് കബോ വെർഡെ തന്നെയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇവര് ഈക്വലൈസ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഇവര് ലീഡ് എടുക്കാൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് എങ്ങനെങ്കിലും ഈക്വലൈസ് ചെയ്താൽ മതി എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയാണ്. ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ചടിക്കണം എന്നുള്ള മെന്റാലിറ്റി ഭയങ്കരമായിട്ട് കബോ വെർഡെ കാണിക്കുന്നുണ്ട്. അവർ തിരിച്ചടിക്കുന്നുമുണ്ട്. പക്ഷെ തിരിച്ചടിച്ച് ഈക്വലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ലീഡ് എടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ പോകുന്നില്ല. ഈക്വലൈസ് ചെയ്ത ആ ഒരു സ്കോർ നിലനിർത്തിയാൽ മതി എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ആ ഒരു മെന്റാലിറ്റി അർജന്റീന മുതലെടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കബോ വെർഡെ തോറ്റത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കബോ വെർഡെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഓരോ പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് നമ്മൾ DR കോങ്കോയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറയുന്ന പോലത്തെ ആ ഒരു അത്ര തന്നെ ഫിറ്റ്നസ് ഉള്ള പ്ലേയേഴ്സ് ആണ് മുഴുവൻ കളിച്ചത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് അവർക്കുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അർജന്റീനയോട് ലീഡ് എടുത്ത് അർജന്റീനയെ തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് കബോ വെർഡെക്ക് ഉണ്ടായിരുന്നു. ആനയുടെ വലിപ്പം അറിയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ആയിപ്പോയി കബോ വെർഡെയുടെ കാര്യം. അവർക്ക് അർജന്റീനയെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി, അതിനുള്ള കെൽപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ഉപയോഗിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അർജന്റീന രക്ഷപ്പെട്ടു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ മത്സരം, അതായത് അൾജീരിയയുമായിട്ടുണ്ടായിരുന്ന അർജന്റീനയുടെ മത്സരത്തിൽ സ്കലോണിയുടെ ടാറ്റിക്സുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന കളികളിലൊന്നും അങ്ങനെ ടാറ്റിക്സ് പരമായിട്ട് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് വേൾഡ് കപ്പ് അടിക്കാൻ സാധ്യതയുള്ള ടീം ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിൽ ഒന്നാമത് ഫ്രാൻസിനെ പറഞ്ഞു, എന്നാൽ രണ്ടാമത് ഞാൻ അർജന്റീനയാണ് പറഞ്ഞത്. അർജന്റീനയെ പറഞ്ഞതിന്റെ കാരണം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ 2021 മുതൽ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഒരു ക്ലബ്ബ് ടീമൊക്കെ എങ്ങനെയാണോ കളിക്കുന്നത് അതേപടി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അർജന്റീന. അപ്പോൾ അർജന്റീന ഒരു ഗ്യാങ് ആണ്. ആ ഗ്യാങ്ങിനെ തകർക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടേറിയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഭയങ്കര സാധ്യത ഉണ്ട് എന്ന് പറയുകയും, അതേപോലെ പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് അർജന്റീനയ്ക്ക് ഇതുവരെ ഒരു സ്ട്രോങ് ഒപ്പോണന്റിനെ കിട്ടിയിട്ടില്ല. ഒരു സ്ട്രോങ് ഒപ്പോണന്റിനെ കിട്ടുമ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാം അർജന്റീന എത്രത്തോളം ദൂരം പോകും എന്നുള്ളത് എന്ന് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നത് അർജന്റീനയ്ക്ക് ഇനിയും ഒരു സ്ട്രോങ് ഒപ്പോണൻസ്, അതായത് ടാക്ടിക്കലി ഫുട്ബോൾ കളിക്കുന്ന ഒരു ഒപ്പോണന്റ് അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അർജന്റീന കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അർജന്റീനയുടെ
പോക്കിന്റെ ദൂരം വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അർജന്റീന പിന്നെ ഇനി സ്ട്രോങ് ഒപ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനിപ്പോ ഒരു പക്ഷെ കൊളംബിയ ആവാം, അല്ലെങ്കിൽ ബ്രസീൽ ആവാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സോ അപ്പോൾ അവരെയൊക്കെ ശരിക്കും അർജന്റീനയ്ക്ക് അറിയാവുന്ന ടീമാണ്. ഇപ്പൊ സ്കെലോണിക്കാണെങ്കിലും അവരെയൊക്കെ അറിയാവുന്ന ടീമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ചിലപ്പോൾ കളിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, പിന്നെ പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ കളി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശരിക്കും പറഞ്ഞാൽ കബോ വെർദയോട് അർജന്റീന മാക്സിമം പിടിച്ചു നിന്ന് കളിച്ചു, അവര് ജയിച്ചു. സോ ജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതും വേൾഡ് കപ്പിന്റെ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ പെനാൽറ്റിയിലേക്ക് പോവാതെ കളി ജയിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും കബോ വെർദയോട് ഇങ്ങനെയൊക്കെ എക്സ്ട്രാ ടൈം വരെയൊക്കെ അർജന്റീന പോലെ ഒരു ടീം പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫുൾ ടൈം മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സി ഉതിർത്ത പല ഷോട്ടുകളും 40 വയസ്സിന് മേലുള്ള മനുഷ്യൻ തടുത്തിടുന്നത് നമ്മൾ കണ്ടു. അതിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വസീഞ്ഞോ ആള് ശരിക്കും അർജന്റീനയായിട്ടുകൂടി അവർ ജയിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. ഈ ഒരു അർജന്റീനയുമായിട്ടുള്ള ഒരു വിജയം ആളൊക്കെ ഡിസർവ് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ആ രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില്, ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയതായി വന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ടീമുകളൊക്കെ അതേ അത്ഭുതങ്ങൾ നോക്കൌട്ട് സ്റ്റേജിൽ കാഴ്ചവെച്ച് അവസാന 10 മിനിറ്റിൽ തോറ്റുപുറത്തായി തോൽവി സംബന്ധിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. കബോ വെർദയുടെയും ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. ഈക്വലൈസ് ചെയ്തിട്ടും അത് പിടിച്ചു നിർത്താൻ കബോ വെർദയ്ക്ക് കഴിഞ്ഞില്ല. സോ അത് എക്സ്പീരിയൻസ് കുറവിന്റെ തന്നെയാണ് നോക്കൌട്ട് സ്റ്റേജ്. അതും വേൾഡ് കപ്പ് പോലെ ഒരു കോമ്പറ്റീഷനിലെ ഒരു ലാസ്റ്റ് മിനിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തതിന്റെ ഒക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് മെസ്സി 72-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു മെസ്സി എടുത്ത ഒരു ഫ്രീ കിക്ക്. സോ അത് മെസ്സി കിക്ക് എടുക്കുന്ന സമയത്ത് വസീഞ്ഞോ അവിടെ വോൾ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ബോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സി ഫ്രീ കിക്ക് എടുത്തു എന്നുള്ളതാണ്. സോ വിസിലിന്റെ കേസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വിസിൽ ചെയ്തെങ്കിൽ അത് റഫറി മിസ്റ്റേക്ക് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ അവിടെ ബോൾ ഇട്ടുകൊണ്ടിരിക്കും, അത്രയും അടുത്തു നിന്ന് അത്രയും നല്ലൊരു പൊസിഷനിൽ നിന്ന് കിക്ക് എടുക്കുന്ന സമയത്ത് ബോൾ ഇടേണ്ടത് ആവശ്യമുള്ള കാര്യമല്ലേ. അപ്പൊ ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വിസിലടിച്ച് കിക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ വിസിലും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. മെസ്സി പെട്ടെന്ന് തന്നെ വന്ന് നിന്നു, കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മെസ്സി കിക്ക് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് മെസ്സിക്കെതിരെ ഫൗൾ വിളിക്കേണ്ട ഒരു സാധനമാണ്. അതായത് റഫറി വിസിൽ ചെയ്തിട്ടില്ല എങ്കിൽ മെസ്സിക്കെതിരെ ഒരു ഫൗൾ വിളിക്കേണ്ട സാധനമാണ്. പക്ഷെ വസീഞ്ഞോ അത് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്രീ കിക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഫ്രീ കിക്ക് ആണെങ്കിൽ ഫൗൾ ആണെങ്കിൽ കൂടെ അത് റീ കിക്ക് അല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ സേവ് കൂടെ ചെയ്തതുകൊണ്ട് പിന്നെ റീ കിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ടാവാം പിന്നെ റഫറി അത് നൈസായിട്ട് വിട്ടത്. അത് എനിക്ക് കറക്റ്റ് അറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും അർജന്റീന റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. അർജന്റീനയുടെ നെക്സ്റ്റ് മത്സരം വരുന്നത് ഈജിപ്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഈജിപ്റ്റ് ആയിട്ടാണ്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അർജന്റീനയുടെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു.